ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ദേവയാനി അമ്മ ശ്രേയയോടും അമ്മയോടും പറയാണ്, ഗംഗയുടെ മുത്തശ്ശിയാണ് വിളിച്ചത്, അവളുടെ വിവാഹം തീരുമാനിച്ചു, മറ്റന്നാളാണെങ്കിൽ ഒരു പയ്യനെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ശ്രേയയുടെ അമ്മയ്ക്കും ശ്രേയയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു. ദേവയാനി അമ്മ പറയുന്നുണ്ട്, ഈ കാര്യം ഗംഗയോട് സംസാരിക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന്. ശ്രേയയുടെ അമ്മ അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പൊ തന്നെ ഗംഗയെ വിളിച്ചിട്ട് പറയാമെന്ന്. അതിനുശേഷം ഗംഗയെ വിളിക്കുന്നുണ്ട്. ഗംഗയാണെങ്കിൽ അവിടേക്ക് വരുന്നു. ഗംഗ വന്നതിന് ശേഷം ദേവയാനിയമ്മ പറയുന്നുണ്ട്, നിന്റെ കല്യാണം തീരുമാനിച്ചു, നിനക്കൊരു നല്ല പയ്യനെ നിന്റെ മുത്തശ്ശി തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നൊക്കെ പറയുന്നു. ഗംഗ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ശ്രീ മഹേശ്വരൻ എല്ലാ കാര്യം അറിഞ്ഞിട്ടും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്റെ മനസ്സിലാണെങ്കിൽ മഹിയേട്ടൻ മാത്രമാണ്. മഹിയേട്ടനെ മറന്നിട്ട് എനിക്ക് വേറൊരു വിവാഹം കഴിക്കാനേ പറ്റില്ല. ഇനി എന്തിനാണ് ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നതെന്നൊക്കെ ഓർക്കുന്നു. ഗംഗ ഇങ്ങനെ ഓർത്ത് നിൽക്കുന്നത് കണ്ടിട്ട് ഹൈമാവതി പറയുന്നുണ്ട്, അവളാണെങ്കിൽ വിവാഹത്തെക്കുറിച്ച് ഇപ്പോഴേ സ്വപ്നം കാണാൻ തുടങ്ങിയെന്നൊക്കെ. ദേവയാനിയമ്മ പറയുന്നുണ്ട്, മുത്തശ്ശി തന്നെ കണ്ടെത്തിയ പയ്യനാണ്, നല്ല പയ്യനാണെന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയും രേഷ്മയുടെ ഹസ്ബൻഡിനെയുമാണ്. രാഹുൽ ആണെങ്കിൽ ഗോകുലിനെ കണ്ട കാര്യങ്ങളെല്ലാം പറയുന്നു. അജിത്ത് അപ്പോൾ പറയുന്നുണ്ട്, ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് വേറൊരു ഐഡിയ കൂടെ ഉണ്ട്, ശ്രേയെ കൂടെ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് പറയുന്നു. അജിത്ത് കൊടുത്ത ഐഡിയ മനസ്സിലാക്കിയിട്ട് രാഹുൽ പറയുന്നുണ്ട്, നമുക്ക് മാളുവിനെ കൊണ്ടു കൊടുക്കുമ്പോൾ ഗോകുലിന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങണം. അതുപോലെയാണെങ്കിൽ ശ്രേയയുടെ കയ്യിൽ നിന്നും അതുപോലെ ശ്രേയയുടെ കയ്യിൽ നിന്നാണെങ്കിൽ മാളുവിനെ ഒഴിവാക്കുന്നതിനും പൈസ വാങ്ങണമെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ രണ്ടുപേരും ചോദിക്കുന്നുണ്ട്, ഇത് നടക്കുമോ എന്നൊക്കെ അറിയത്തില്ല എന്നൊക്കെ. രാഹുൽ അപ്പോൾ പറയണം, നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മതി, ഉറപ്പായിട്ടും നടക്കുമെന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മാളുവിനെയാണ്. മാളു വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് മഹി എവിടേക്ക് വരുന്നു. മഹി ഇപ്പോൾ ചോദിക്കുകയാണ്, എന്തു പറ്റിയെന്ന്. മാളു ഇപ്പോൾ പിണങ്ങിയിരിക്കുകയാണ്. വീണ്ടും മഹി എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. മാളു ഇപ്പോൾ പറയാണ്, ഗംഗയുടെ വിവാഹം നടക്കാൻ പോവുകയാണ്, മഹി ഇതൊന്നും അറിഞ്ഞില്ലേ, എനിക്കത് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നു. മഹി ഇപ്പോൾ പറയാണ്, ഞാൻ അറിഞ്ഞു, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, പെൺകുട്ടികൾ വലുതായാൽ വിവാഹമൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പറയാണ്. മാളു അപ്പോൾ പറയാണ്, എന്നെ തനിച്ചാക്കിയിട്ട് ഗംഗ എങ്ങോട്ടും പോകണ്ടെന്നൊക്കെ. മഹി അപ്പോൾ പറയണം, നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ. മാളു ഇപ്പോൾ പറയാണ്, അങ്ങനെയെങ്കിൽ ഗംഗയെ മഹി വിവാഹം കഴിച്ചാൽ പോരെ, മഹിയാണെങ്കിൽ ഗംഗയ്ക്ക് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ മഹിക്കാണെങ്കിൽ പെട്ടെന്ന് ഷോക്ക് ആകുന്നു. മാളു പറയുന്നുണ്ട്, എനിക്ക് ഗംഗയെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ ശ്രേയയെ ഇഷ്ടമല്ല. മഹി വിവാഹം കഴിക്കുന്നത് എനിക്ക് വേണ്ടിയല്ലേ, അങ്ങനെയാണെങ്കിൽ ഗംഗയെ വിവാഹം കഴിച്ചാൽ മതി, ഗംഗ എൻ്റെ അമ്മയായിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് മാളു വാശി പിടിക്കുന്നു. മാളു മഹിയുടെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെന്നിട്ട് കൈ കൂപ്പി പറയുകയാണ്, എൻ്റെ അടുത്ത് നിന്നും ഗംഗ എങ്ങോട്ടും കൊണ്ടുപോകരുതെന്ന്. അത് കാണുമ്പോൾ മഹിക്കും സങ്കടമാകുന്നു. മഹി മാളുവിനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഗംഗ എങ്ങോട്ടും പോകില്ല, മാളുവിന്റെ അടുത്ത് നിന്നും പോകില്ല എന്ന്. അത് കേൾക്കുമ്പോൾ മാളുവിന് ഒരുപാട് സന്തോഷമാകുന്നു. മാളു ആണെങ്കിൽ മഹിയെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കുന്നു. മഹിക്കും ഒരുപാട് സന്തോഷമാകുന്നു. പിന്നീട് കാണിക്കുന്നത് മഹിയും മഹിയുടെ കൂട്ടുകാരനെയുമാണ്. മഹിയുടെ കൂട്ടുകാരനോടാണെങ്കിൽ മഹി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. മാളു പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയാണ്. മഹിയുടെ കൂട്ടുകാരൻ അപ്പോൾ പറയാണ്, മാളു പറഞ്ഞതാണ് ശരി, മാളുവിന് വേണ്ടി ഗംഗയെ തന്നെ വിവാഹം കഴിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നു. മഹി അപ്പോൾ പറയാണ്, ഗംഗയാണെങ്കിൽ ഒരു നല്ല കുട്ടിയാണ്, അവൾക്ക് നല്ലൊരു ജീവിതമുണ്ട്, എൻ്റെ വീട്ടിലാണെങ്കിൽ കൊച്ചിനെ നോക്കി അവൾ ഇരിക്കേണ്ടവളല്ല എന്നൊക്കെ പറയുന്നു. കൂട്ടുകാരൻ അപ്പോൾ പറയാണ്, ഗംഗയ്ക്ക് ഏറ്റവും ഇഷ്ടം നിന്നെ വിവാഹം കഴിക്കാനാണ്, വിവാഹ ദിവസം തന്നെ അവളെ ഞാൻ ശ്രദ്ധിച്ചതാണ്, അവൾ ഒരുപാട് വിഷമത്തിലായിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ വിവാഹ ദിവസത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ്. ഗംഗയാണെങ്കിൽ കാലിൽ ഷൂ ഇട്ട് തന്നതും ആ സമയത്താണെങ്കിൽ ഗംഗയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നതും, അതുപോലെ ഗംഗയോടാണെങ്കിൽ സാരി എന്താ ഉടുക്കാത്തെന്ന് ചോദിക്കുമ്പോൾ ഗംഗ അപ്പോൾ പറയുന്നത്, മഹിയേട്ടൻ തന്ന സാരി ആണെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ നിധിയാണെന്നും അതെന്റെ പ്രധാനപ്പെട്ട ദിവസമേ ഉടുക്കത്തുള്ളൂ എന്ന് ഗംഗ പറഞ്ഞതൊക്കെ ഓർക്കുന്നു. മഹിയുടെ കൂട്ടുകാരൻ വീണ്ടും പറയുന്നുണ്ട്, നീ ഗംഗയെ തന്നെ വിവാഹം കഴിച്ചാൽ മതി, നീ സത്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാത്ത പോലെ നടിക്കാതെ എന്നൊക്കെ പറയുന്നു. അതിനുശേഷം അടുത്ത ദിവസം ഗംഗയെ പെണ്ണ് കാണാൻ വേണ്ടി നകുലും അമ്മയും മുത്തശ്ശിയും രാജനും എല്ലാം വരികയാണ്. എല്ലാവരെയും കൈലാസം വീട്ടിലുള്ളവർ സ്വീകരിക്കുന്നു. മഹിയാണെങ്കിൽ നകുലിനെ കണ്ട കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. മഹിയുടെ അച്ഛനാണെങ്കിൽ നകുലിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, എന്തെടുക്കുകയാണെന്നൊക്കെ. മുത്തശ്ശിയും രാജനും ഒക്കെ അപ്പോൾ പറയുന്നുണ്ട്, നകുലാണെങ്കിൽ സകല കലാ വല്ലഭനാണെന്നൊക്കെ. അതിനുശേഷം നകുലിനെ അമ്മയും വീട്ടിലുള്ളവരെ എല്ലാം പരിചയപ്പെടുത്തുന്നു. നകുലിന്റെ അമ്മയാണെങ്കിൽ ഗംഗ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ തന്നെ
കൂട്ടിയിട്ട് വരാമെന്ന്. അതേസമയം ശ്രേയയാണെങ്കിൽ ഗംഗയെ ഒരുക്കുകയായിരുന്നു, മുല്ലപ്പൂവൊക്കെ ചൂടിപ്പിക്കുകയായിരുന്നു. ഗംഗയെ ഒരുക്കി കഴിഞ്ഞതിന് ശേഷം ശ്രേയ പറയുന്നുണ്ട്, ഇന്ന് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. പക്ഷെ ഗംഗയാണെങ്കിൽ ഒരുപാട് വിഷമത്തിലായിരുന്നു. ആ സമയത്ത് ഹൈമാവതി അവിടേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതുവരെയും റെഡി ആയില്ലേ എന്നൊക്കെ. ആ സമയത്ത് ശ്രേയ പറയുന്നുണ്ട്, ഇപ്പൊ റെഡി ആയിട്ടേ ഉള്ളൂ, ചെറുക്കൻ വന്നോ, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നു. ഹൈമാവതി അപ്പോൾ പറയാണ്, നല്ല ഗ്ലാമർ ഉള്ള ചെറുക്കനാണ്, ഇവൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തത്ര നല്ലൊരു ചെറുക്കനാണെന്നൊക്കെ പറയുന്നു. ഹൈമാവതി പറയുന്നുണ്ട്, ഗംഗയ്ക്കാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെടുമെന്ന്. ശ്രേയ അപ്പോൾ ഗംഗയോട് പറയാണ്, നീ ലക്കിയാണ്, നിനക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു ബന്ധമാണെന്ന് അമ്മ പറയുന്നത് കേട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഗംഗയ്ക്കാണെങ്കിൽ അതൊന്നും കേട്ടിട്ട് ഒരു സന്തോഷവും ഉണ്ടാകുന്നില്ല. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്